ഹായ് മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് എനിക്ക് നിങ്ങളോട് പാസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഒരു കാര്യം ഉറപ്പാണ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഒട്ടുമിക്ക കുട്ടികളെയും ഭയപ്പെടുത്തുന്നത്. എത്ര തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് സ്വയം പറഞ്ഞാലും പേടിക്ക് ഒരു കുറവില്ലാത്ത സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാറില്ല. പകരം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തിരിച്ചും മറിച്ചും തന്നെയാണ് ചോദിക്കാറുള്ളത്. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയുക, യെസ് സർ, ഐ ആം റെഡി എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് വാശിയോട് കൂടി പറയുക. നിങ്ങൾ ഏത് ഗ്രേഡിലാവട്ടെ. ചില കുട്ടികളുണ്ട്, ഈ വീഡിയോ കാണുന്ന കുട്ടികൾ, ഒന്നും അറിയാത്ത കുട്ടികൾ, എങ്ങനെയൊക്കെ പാസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. കുറേയൊക്കെ അറിയാം സാർ, A+ എനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്, അതിന് എങ്ങനെയെങ്കിലും ഞങ്ങൾ എങ്ങനെയും പഠിക്കാൻ തയ്യാറാണ് സാർ, എങ്ങനെ പഠിക്കേണ്ടത് പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഈ കമന്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. സൈലത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് മാത്തമാറ്റിക്സിൽ ഡീൽ ചെയ്തത്, എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്ന ഒരു വിജയ മന്ത്രം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഇംപ്രൂവ്മെന്റിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ ഏത് ഗ്രേഡിലാവട്ടെ, ഒന്നും അറിയാത്ത കുട്ടിയെ വരെ ഞങ്ങൾ A+ നേടിത്തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് രാത്രി കൃത്യം 7:30 വരുന്നത്. അപ്പോൾ നമുക്ക് 2019 മുതൽ 2023 വരെയുള്ള ചോദ്യ പേപ്പർ എടുക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് കുട്ടികൾക്ക് A+ കിട്ടിയത് മാത്തമാറ്റിക്സിലാണ്. എന്നാൽ ഈ വർഷം നമ്മൾ ചെയ്യാൻ പോവുകയാണ്, സൈലത്തിലെ ക്ലാസ് കണ്ട കുട്ടികൾക്ക് എല്ലാവർക്കും A+ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഞങ്ങൾ വരുന്നത്. നിങ്ങൾ റെഡിയാണോ? എൻ്റെ ചോദ്യം ഇത്രയാണ്, നിങ്ങൾ റെഡിയാണോ? അത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങൾ എന്താക്കണം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ കൃത്യമായിട്ട് ഈ 4 ദിവസം എങ്ങനെ, ഏത് രീതിയിലാണ് മാത്സ് പഠിക്കേണ്ടത്, ഒന്നും അറിയാത്ത കുട്ടിക്ക് A+ എങ്ങനെ കിട്ടണം, കുറേ കാര്യങ്ങൾ അറിയുന്ന കുട്ടിക്ക് A+ എങ്ങനെ കിട്ടണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഈ നിമിഷം നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് 3 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ ആണെങ്കിൽ നിങ്ങൾ പേനയും ബുക്കും എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുക. വെറും 4 ദിവസം കൊണ്ട് എന്തെങ്കിലും മാജിക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? യെസ്, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ 4 ദിവസം കൊണ്ട് നിങ്ങൾ ഏത് ഗ്രേഡിലാവട്ടെ നിങ്ങളെ നല്ലൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ A+ തന്നെ വാങ്ങുന്ന, ഫുൾ മാർക്ക് തന്നെ വാങ്ങുന്നത്, ഇപ്പോൾ ഫൂഫ് എന്നാണ് പറയുന്നത്, ഫുൾ ഔട്ട് ഓഫ് ഫുൾ വാങ്ങുന്ന രീതിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ പ്രാപ്തരാക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലൈവുകൾ, ജസ്റ്റ് ഇന്ന് രാത്രിയത്തെ ലൈവ് കാണുക. അതിൻ്റെ പുറമെ നിങ്ങൾ ഈ നിമിഷമൊക്കെ, ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്താക്കുക, പഴയ വീഡിയോസുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ടഫുള്ള ടോപ്പിക്ക് പഠിക്കുക. ഈ സമയത്ത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഞാൻ പറയുന്നത്, നമ്മുടെ മോഡൽ എക്സാമിന് 25 മിനിറ്റ് കൊണ്ട് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കുക, അല്ലെങ്കിൽ എല്ലാം പഠിക്കുക എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അതിൽ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ മുഴുവൻ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് ഘനരൂപങ്ങൾ, സോളിഡ്സിലെ ഇക്വേഷൻസ്. അത് എഴുതി 2-3 തവണ നിങ്ങൾ എഴുതി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വോള്യം, വ്യാപ്തം അല്ലേ, ആ വ്യാപ്തത്തിന്റെ 4 ഇക്വേഷൻസും ആദ്യം എഴുതി പഠിക്കുക. വ്യാപ്തത്തിന് മാത്രം, അതിൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് അതിൽ കൊണ്ടുവരരുത്. ഉപരിതല പരപ്പളവ് അഥവാ സർഫസ് ഏരിയൻ്റെ നിങ്ങൾ രണ്ടാമതായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി നമ്മൾ ലൈവ് വരുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിനോട് പറയുക. ആ മനസ്സിനോട് പറയുന്ന കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എത്രത്തോളം കുട്ടികൾ കാണുന്നു അത്രത്തോളം കമന്റ്സുകൾ ഈ കമന്റ് ബോക്സിൽ കാണണം. മക്കളെ, ഇതാ ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ഞങ്ങൾ A+ എത്തിക്കുക തന്നെ ചെയ്യും. ഈ വരുന്ന 2024 മാത്തമാറ്റിക്സ് പരീക്ഷയിൽ നമ്മൾ A+ നേടുക തന്നെ ചെയ്യും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇനി പൂരം കാണാനിരിക്കുന്നതുള്ളൂ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.